ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 20 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് പാചകം ചെയ്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ ഈ വർഷം മുതൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചാനലിൻ്റെ പേര് മീനൂസ്. അതുപോലെ തന്നെ എൻ്റെ പേര് മീന എന്നാണ്. എൻ്റെ മകളുടെ പേര് റീനു. അതുകൊണ്ട് ഞാൻ മീനൂസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ യു എസിലിരുന്നുകൊണ്ട് കേരളത്തിലെ സാധാരണ വീടുകളിൽ വയ്ക്കുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ് വയ്ക്കാറ്. പിന്നെ ചിലപ്പോഴൊക്കെ അമേരിക്കൻ കുക്കിങ്ങും ചെയ്യാറുണ്ട്. അപ്പം ഞാനിതെല്ലാം ചേർത്ത് ഈ മീനൂസിൽ ഇനി മുതൽ പാചകങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പാചകം ഒരു കലയാണ്, വിദ്യയാണ്, സിദ്ധിയാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. പാചകം ഒരു ആവശ്യകതയാണ്. അവനവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവനവൻ്റെ കയ്യിലിരിക്കുന്ന വീട്ടിലെന്തൊക്കെ ഇരിക്കുന്നു അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വിശപ്പ് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പാചകം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് എപ്പോഴും പാചകം ചെയ്യുന്നത്. എനിക്കൊരു പ്രത്യേക സ്റ്റൈലിൽ ഒരു പാചകം ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ചില വിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനിന്നൊരു ഡക്ക് വാങ്ങി. അത് ഒരു ബ്രോയിലറാണ്. അപ്പം നാടൻ രീതിയിൽ തന്നെയാണ് ഞാനത് കറി വെക്കുന്നത്. എന്നാൽ എൻ്റെ രീതി കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് ഇവിടെ ഒരു ബ്രോയിലർ ഡക്കാണ് കറി വെക്കാൻ എടുത്തിരിക്കുന്നത്. അത് കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം എനിക്ക് ഏകദേശം 2 കിലോയോളം കിട്ടിയിട്ടുണ്ട്. ഈ 2 കിലോ ഡക്കിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. പ്രത്യേകമായിട്ട് ഞാനൊരു പൊടിയും ഒരു പേസ്റ്റും അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പേസ്റ്റിന് വേണ്ടി ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടെ സമ അളവിൽ ചേർത്ത് അരച്ച് മാറ്റി വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളകും പെരുംജീരകവും സമം ആ അളവിലെടുത്ത് നമുക്ക് അതും കൂടെ പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ഡക്കിലേക്ക് ഈ പേസ്റ്റും ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി 1.5 ടേബിൾ സ്പൂണും കുരുമുളക് പെരുംജീരകം പൊടി 1 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 മണിക്കൂർ നേരം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം. നമുക്കിതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. കാരണം ഡക്ക് കറിക്ക് നല്ല രുചി കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക. ഇനി 2 വലിയ ചുവന്നുള്ളി, അതായത് സവാള ചെറുതായി അരിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റാം. ഇതിന് ചെറിയ ഉള്ളിയാണ് വളരെ നല്ലത്. പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി അധികം ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കിട്ടുമെങ്കിൽ അത് തന്നെ എടുത്ത് ഉപയോഗിക്കുക. ഇതിന് ഈ ഉള്ളിയുടെ കൂടെ നമുക്ക് പച്ചമുളക് 2-3 കൂടെ ചേർത്ത് അവരവരുടെ എരിക്കനുസരിച്ച് ഇതിനോട് ചേർത്ത് വഴറ്റാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടെ ഇതിനോടൊപ്പം ചേർക്കാം. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അതുകൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റി നന്നായി മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ 2 വലിയ തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് വഴറ്റാം. അതിനോടൊപ്പം കറിവേപ്പില കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന കറിവേപ്പില ഓൾറെഡി ഞാൻ അതൊന്ന് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ നന്നായി വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് വെക്കാം. അതിൻ്റെ കൂടെ അത് വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടിയാണ് ഇത് കൂടുതൽ ചേർക്കേണ്ടത്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് ഒരു നല്ല മണമൊക്കെ വരുന്നവർ വഴറ്റിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക്, അത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടെ ചേർത്തുള്ള പൊടി 1.5 ടേബിൾ സ്പൂൺ കൂടെ ഇതിനോടൊപ്പം ചേർത്തിളക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഡക്കെടുത്ത് ഇതിനോടൊപ്പം ചേർക്കാം. ഈ ഡക്ക് ബ്രോയിലർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിക്കാൻ പോകുന്നത്. അതല്ല ഇത് നാടനാണെങ്കിൽ നിങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് വേണം ഇതിനോടൊപ്പം ചേർക്കാൻ. അതല്ലെങ്കിൽ ഒത്തിരി നേരം വേവ് ഉണ്ടാകും ഡക്കിന്. ഇതിനധികം വേവില്ല, കാരണം ഇത് ബ്രോയിലറാണ്. ഇത് കുറേ നേരം ഒന്ന് ഇളക്കി ഒന്ന് വെള്ളമൊക്കെ
ചെറുതായിട്ടൊന്ന് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടെ ഇതിനോടൊപ്പം ചേർക്കാം. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് വിനീഗർ ചേർക്കുന്നത്. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നികക്കെ ഒന്നൊഴിച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. പകുതി വേവാകുമ്പോൾ മൂടി തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി ഇവ രണ്ടും ഓരോ ടീസ്പൂൺ വെച്ച് ചേർക്കാം. ഇനി കുരുമുളക് പൊടി എരി കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇത് വേകാൻ നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും വേണ്ടി വരും. വെന്ത് കഴിയുമ്പോൾ ചാറെല്ലാം കുറുകി കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് സ്റ്റൗ ഓഫ് ആക്കുക. അങ്ങനെ നമ്മുടെ ഡക്ക് കറി റെഡി.